പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം, വചനം പറയുന്നത് എല്ലാ നാമത്തെക്കാളും മേലായ നാമമാണ്. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ, ആത്മീയ ജീവിതത്തിൽ പല വാക്കുകൾ, സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ അല്ലേ. നമുക്ക് ഈ അഭിഷേകം, കൃപ, ശക്തി, ഈ വാക്കുകളൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ വാക്കുകൾ. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ വാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം, അല്ലെങ്കിൽ ദൈവവചനത്തിൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളതിനെ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മളെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ നമ്മൾ അർത്ഥമറിയാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റായ സ്ഥലങ്ങളിൽ ആ പദം പ്രയോഗിക്കും. അതിൻ്റെ യഥാർത്ഥമായ അർത്ഥവും ആശയവും നാം മനസ്സിലാക്കത്തുമില്ല. അതുകൊണ്ട് അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറ്. ഞാൻ ഈ അഭിഷേകം എന്ന പദം വളരെയേറെ ഇങ്ങനെ ഉപയോഗിക്കുന്നതും ആളുകൾ കേൾക്കുന്നതുമായ ഒരു വാക്ക്. അഭിഷേകം പ്രാപിച്ചതാണ്. നേരത്തെ ഒരു കാലത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെയൊക്കെ ആദ്യം കാണുന്ന വിശ്വാസത്തിൻ്റെ തീവ്രതയിലേക്ക് നിൽക്കുന്ന ആളുകൾ ചോദിക്കും, അഭിഷേകം പ്രാപിച്ചതാണ്. ഈ അഭിഷേകം എന്ന് പറയുന്ന വാക്ക് അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള വാക്കല്ല. അപ്പം അതുകൊണ്ട് തന്നെ അഭിഷേകം പ്രാപിച്ചതാണോ എന്നൊരു വാക്ക് ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി പറയാൻ അറിയില്ല. ഇപ്പോൾ ഒരു MBBS പഠിച്ച ഒരാളോട് ഒരു മെഡിക്കൽ ടെർമിനോളജി, അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അവർ തമ്മിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ ആ മേഖലയായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ വാക്ക്, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതത് മേഖലകൾക്ക് അതതിൻ്റെതായ ചില പദപ്രയോഗങ്ങളുണ്ട്. അത് അവർക്കറിയാം. ഇപ്പോൾ ഒരു നിയമപരമായ ഒരു അഡ്വക്കേറ്റ്, അവരതിൻ്റെ കോഡുകളൊക്കെ പറയുമ്പോൾ അവരുടെ ഒരേ മേഖലയിലുള്ളവരാകുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പം അവർക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും, അതെന്താണ് അർത്ഥമാക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കും, അതനുസരിച്ച് പ്രതികരിക്കാൻ സാധിക്കും. അതവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയേ അല്ല. അതവർക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു ആദ്യകാലത്ത് എന്നോടൊരാൾ ചോദിക്കുക, അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അറിയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അറിയില്ല. കാരണം ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ അത് നാം മനസ്സിലാക്കിയിട്ടുള്ള അന്നത്തെ കാലത്തൊക്കെ, ഇപ്പം ചെറുപ്പകാലങ്ങളിലേക്ക് എന്നോടൊരാൾ ചോദിച്ചാൽ അഭിഷേകം എന്ന വാക്കിൻ്റെ സാധാരണ പ്രയോഗത്തിൻ്റെ അർത്ഥം പോലും നമുക്കറിയില്ല. അപ്പോഴൊരാൾ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അതിന് വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ അറിയില്ല, സാധിച്ചിരുന്നില്ല. അത് നമ്മുടെ അകത്തുണ്ടാക്കുന്ന ഒരു കാര്യം, ആ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ അതെന്തോ ഒരു കുഴപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ മോശക്കാരാണെന്നുള്ള നിലയിൽ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ അകത്ത് ഈ അഭിഷേകം പ്രാപിക്കാത്തത് കൊണ്ട് ഞാൻ എന്തോ വലിയ കുറവുള്ളവനാന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് വരികയും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് തന്നെ ഒരു ബലമില്ലായ്മ കൊണ്ടുവരുന്നതായ അവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ വാക്കുകളുടെ അർത്ഥം, ഈ വാക്കുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അഭിഷേകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ്, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, നമുക്ക് പലപ്പോഴും അറിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ അതൊരു നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ട് ചിന്തിക്കും, ഞാൻ അഭിഷേകം പ്രാപിക്കാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ പ്രയോജനമില്ലാത്തവരാണ്. ഇവിടെ നമുക്ക് ഈ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അഭിഷേകം എന്ന പദത്തെ നമ്മൾ കാണുമ്പോൾ അഹരോനെ അഭിഷേകം ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അഹരോനെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്ന ആ അഹരോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്തു. മോശയോട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, ഈ അഭിഷേക തൈലം ഉണ്ടാക്കണം, അതിൻ്റെ ചേരുവകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ മോശയ്ക്ക് ദൈവം അത് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഇന്ന ചേരുവകളായിരിക്കണം, അത് ചേർത്ത് മിക്സ് ചെയ്യണം, അത്
അത് വേറെ ആരും വീടുകളിൽ ഉണ്ടാക്കാൻ പാടില്ല. വളരെ വളരെ നിബന്ധനകളോടുകൂടെ തന്നെ ആ അഭിഷേക തൈലത്തിൻ്റെ അതിന് ചേരുവകളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ചേരുവകൾ ഉണ്ടാക്കി, ആ തൈലമുണ്ടാക്കി അഹരോനെയും മക്കളെയും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് അഭിഷേകം ചെയ്തു, പ്രവേശിപ്പിച്ചു. നമ്മൾ അത് കാണുന്നു. എന്നാൽ അവിടെ അത് കാണുമ്പോൾ നമുക്കറിയാം, ശൗലിനെ ശമൂവേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദിനെ ശമൂവേൽ തന്നെയാണ് അഭിഷേകം ചെയ്തത്. പിന്നെ തുടർന്നുള്ള രാജാക്കന്മാരെല്ലാം പ്രവാചകന്മാർ, പുരോഹിതന്മാരും അഭിഷേകം ചെയ്തതായിട്ട് കാണാം. മോശ അഹരോനെ അഭിഷേകം ചെയ്തു. അഭിഷേകം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മോശയുടെ സഹോദരനായിരുന്ന അഹരോൻ, ലേവി ഗോത്രത്തിൽപ്പെട്ടൊരു അഹരോൻ. ഇതുവരെയും അഹരോന്റെ പദവിയെ കുറിച്ച് പറഞ്ഞാൽ, അഹരോനെ കുറിച്ച് പറഞ്ഞാൽ മോശയുടെ സഹോദരനായ അഹരോൻ. എന്നാൽ അഭിഷേകം ചെയ്തതിന് ശേഷം അഹരോനെ കാണുന്നത് മോശയുടെ സഹോദരൻ എന്ന നിലയിലല്ല, പുരോഹിതനായ അഹരോൻ. അപ്പൊ അവിടെ അഹരോന്റെ പദവി മാറി. നമുക്കറിയാം, ദാവീദ് രാജാവ് എന്നാ നമ്മളിന്ന് പ്രസംഗത്തിലൊക്കെ കേൾക്കുന്നത്. ദാവീദ് രാജാവ്, ദാവീദ് എന്നും പറയാറുണ്ട്, സങ്കീർത്തനക്കാരന് ദാവീദ് എന്ന് പറയാറുണ്ട്, ഇടയനായ ദാവീദ് എന്ന് പറയാറുണ്ട്. എന്നാൽ ദാവീദിന്റെ യഥാർത്ഥ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാജാവായിരുന്നു ദാവീദ് രാജാവ്. അപ്പോൾ ഈ അഭിഷേകം എന്ന് പറയുന്ന ഈ അഭിഷേകം അവരുടെ മേലേക്ക് പകരപ്പെടുമ്പോൾ അവരെ എന്തിനാണോ പൊസിഷൻ ചെയ്തത് അത് പറയാറുണ്ട്, അഭിഷേകം ചെയ്യും. അപ്പൊ ദാവീദ് ഇടയനായിരുന്ന ദാവീദ്, ഈശായുടെ മകനായിരുന്ന ദാവീദ്, 7 സഹോദരന്മാരുടെ സഹോദരനായിരുന്ന എട്ടാമത്തെ സഹോദരനായിരുന്ന ദാവീദ്, കിന്നര വായനയിൽ നിപുണനായ ദാവീദ്, വാക്ചാതുര്യമുള്ളവനായ ദാവീദ്, കോമളനായ ദാവീദ്, ഇതൊക്കെയായിരുന്നു ദാവീദിനെ കുറിച്ച് മുൻപ് പറയാനുള്ള വിശേഷണങ്ങൾ. എന്നാൽ ഇവിടെ എപ്പോഴാണോ ദാവീദിനെ അഭിഷേകം ചെയ്തത്, പിന്നീട് ദാവീദ് രാജാവ്, അപ്പൊ അവനിലുണ്ടായ അഭിഷേകം അവനെ ആ അഭിഷേകത്തിലൂടെ അവനെ കുറിച്ച് ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ അവനെ കുറിച്ച് പദ്ധതി ഇട്ടിരുന്ന പദവിയിലേക്ക് അവൻ ആയിത്തീരുകയാണ് അഭിഷേകത്തിലൂടെ. പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു, രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പൊ അവിടെ ആ അഭിഷേകത്തിന്റെ എടുത്തു പറയുന്ന നില നമ്മൾ കാണുന്നത് രാജാവിന്റെയും പുരോഹിതന്റെയും അഭിഷേകം. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമസഭയെക്കുറിച്ച്, പുതിയ നിയമ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന രാജകീയ പുരോഹിത വർഗം, രാജാവിനെയും പുരോഹിതനെയും അഭിഷേകം ചെയ്ത് ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. രാജാവിനെയും പുരോഹിതനെയും. ഇപ്പൊ രാജാവും അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, പുരോഹിതന്മാരും അഭിഷേകം ചെയ്യപ്പെട്ടു. അപ്പൊ അവിടെ ഈ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ ഈ പ്രത്യേകമായ വിധത്തിൽ അവർക്ക് വേണ്ടി, ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കുമ്പോൾ, ആ അഭിഷേക തൈലം അവരിലേക്ക് ഒഴിക്കുമ്പോൾ, അവരുടെ മേലേക്ക് തൈലം ഒഴിക്കുക എന്ന് പറയുന്നത് പുറമേ നടക്കുന്ന ഒരു പ്രക്രിയ. ആ പുറമേ നടക്കുന്ന ആ തൈലം കൊണ്ട് അവന്റെ മേലേക്ക് ഒഴിക്കുന്നത്, ആ വ്യക്തിയുടെ മേലേക്ക് ഒഴിക്കുന്നത് കൊണ്ട് അവനിൽ പുറമേ അവന്റെ ദേഹത്ത്, അവന്റെ ശരീരത്തിൽ എണ്ണ വീണു എന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. പക്ഷേ അവന്റെ അകത്തുണ്ടാകുന്ന ഒരു മാറ്റം, അകത്തുണ്ടാകുന്ന ഒരു ഉറപ്പ്, അതായത് എപ്പോഴാണോ അവൻ ആ പദവിയെ ഉപയോഗിക്കുന്നത്, അഭിഷേകം എന്ന് പറയുന്നത് അവനെ ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിച്ചു. അഹരോനെ വേർതിരിച്ചു. നമുക്കറിയാം, ദേവാലയത്തിലെ ഉപകരണങ്ങളെ പോലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു എന്ന് നമ്മൾ കാണും. അപ്പൊ അവിടെ ശുദ്ധീകരണം എന്ന് പറയുന്നത്, അഭിഷേകിച്ചു എന്ന് പറയുന്നതിനെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക ഉപയോഗത്തിനായി, പ്രത്യേക സ്ഥാനത്തിനായി വേർതിരിച്ചു. അപ്പൊ പഴയ നിയമത്തിലെ രാജാവിനെയും പുരോഹിതനെയും അഭിഷേകം ചെയ്തു എന്ന് പറയുമ്പോൾ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു, വേർതിരിച്ചു. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പൊസിഷനിങ്, അവരെ
ഒരു സ്ഥാനത്തിലേക്ക് അവരെ ഉയർത്തി, ആ സ്ഥാനത്തിലേക്ക് അവരെ ആക്കി. അപ്പൊ അവരെ അഭിഷേകം ചെയ്തു. അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അഭിഷേകം എന്ന് പറയുമ്പോൾ പുറമേ വീണ തൈലത്തെക്കാൾ ഉപരി അകത്ത് കിട്ടുന്ന ഉറപ്പാണ് ആ വാക്കിലൂടെ അധികാരമുള്ള അഥവാ നിയോഗിക്കപ്പെട്ട വ്യക്തി. നമുക്കറിയാം ദാവീദിനെ അഭിഷേകം ചെയ്തത് ശമൂവേല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്. അഹരോനെ അഭിഷേകം ചെയ്തത് മോശയ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശ. അപ്പൊ ആ പൗരോഹിത്യവും രാജകീയമായ അഭിഷേകത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ശൗലിന്റെ തലയിൽ അഭിഷേകം വീണ ഉടനെ രാജാവായില്ല. ദാവീദിന് മേൽ അഭിഷേകതൈലം വീണ് നാളുകൾക്ക് ശേഷമാണ് ദാവീദ് രാജാവ്. അപ്പൊ ഈ അഭിഷേകതൈലം വീണത് കൊണ്ട് പെട്ടെന്ന് രാജാവായില്ല. സമയമായപ്പോൾ ആ അധികാര പദവിയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് ആ അധികാരത്തെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി, ആ പദവിയെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി, എക്സസൈസ് ചെയ്യാനായിട്ട്, അധികാരത്തെ എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പൊ അവരുടെ മേൽ അഹരോന്റെ മേൽ മോശ തൈലം ഒഴിച്ചപ്പോൾ പറഞ്ഞു, എന്നെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തിരിക്കും. അതുപോലെ തന്നെ ദാവീദിന്റെ മേലും ശൗലിന്റെ മേലും ഒക്കെ ശമൂവേൽ തൈലം ഒഴിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ ആ സ്ഥാനവും കൂടെ പറയും, എന്ത് പദവിയിലേക്കാണ് അഭിഷേകം ചെയ്തതെന്ന് അഭിഷേകം ചെയ്യുമ്പോഴാണ് പറയുന്നത്. അപ്പൊ ഈ അഭിഷേകം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ശൗലിന്റെയും ദാവീദിന്റെയും അഹരോന്റെ ഒക്കെ ജീവിതത്തിൽ ധാരാളം പുരോഹിതന്മാരുണ്ട്, ധാരാളം രാജാക്കന്മാരുണ്ട്. ഞാൻ ഇവരുടെ പേരുകൾ എടുത്ത് പറയുന്നത് ആദ്യത്തെ പുരോഹിതൻ, ആദ്യത്തെ രാജാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു. അപ്പൊ അഭിഷേകം എന്ന് പറയുന്നത് നമ്മൾ അവിടെ എല്ലാം കാണുന്ന അങ്ങനെയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശുക്രിസ്തു ദേവാലയത്തിൽ വന്ന് അവന് വായിപ്പാനായിട്ട് കൊടുത്ത പുസ്തകം എടുത്തവൻ വായിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: 1, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു; 2, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. നമുക്കത് ദാവീദിനെ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദാവീദിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ദാവീദിന് മേൽ ശമൂവേൽ അഭിഷേകതൈലം ഒഴിച്ചു. പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ മുതൽ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഇവിടെ യേശു പറയുന്ന കാര്യമാണ്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ അവിടെ അഭിഷേകം എന്ന് പറയുന്നത്, അഭിഷേകത്തെ കുറിച്ച് അവിടെ പറയുന്നത് യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു. അഭിഷേകത്തെയും ആത്മാവ് എന്റെ മേൽ വന്നതിനെയും ഒരുമിച്ച് പറയുകയാണ് ഇവിടെ യേശു. അപ്പൊ ആത്മാവ് വന്നു എന്ന് പറയുന്നത് പൊസിഷനിങ്, സ്ഥാനത്ത് കൊണ്ടുവരിക. നമുക്ക് ജാതികളുടെ ഇടയിലെ ആദ്യത്തെ ശുശ്രൂഷ പത്രോസ് നിർവഹിക്കുമ്പോൾ, പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്: നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടെ അഭിഷേകം ചെയ്തു. അഭിഷേകം എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നത് അഭിഷേകവും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. അപ്പൊ ഈ അഭിഷേകം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ശാരീരികമായ കായിക ബലമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മസിൽ പവർ, ബട്ട് ഇറ്റ്സ് അബൌട്ട് അതോറിറ്റി. ശക്തിയാൽ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ അധികാരം കൊണ്ട്, അധികാരം. അതാണ് യേശു പറഞ്ഞത്. എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. വിടുതൽ, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടർക്ക് സൗഖ്യം. ഇത് അധികാരത്തിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പൊ
ഈ അഭിഷേകത്തിന്റെ ആ ഒരു സമയത്ത്, അഭിഷേകം എന്ന് പറയുന്ന, അഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് ദാവീദിലേക്ക് യഹോവയുടെ ആത്മാവും, ശൗലിന് മേൽ യഹോവയുടെ ആത്മാവും, യേശുവിന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് വസിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ അഭിഷേകം ചെയ്യുന്ന സമയത്താണ് പൊസിഷൻ പറയുന്നത്. രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു അല്ലേ? ശൗലിനോട് പറഞ്ഞു, നിന്നെ രാജാവായിട്ട്, തന്റെ ജനത്തിന്റെ രാജാവായിട്ട്, ദാവീദിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, അഹരോനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു. അപ്പൊ ഈ അഭിഷേകം ചെയ്യുന്ന സമയത്താണ് പദവി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്ന ഒരു സമയം ഏതാ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 3-ാമത്തെ അധ്യായം അതിന്റെ 22-ാം വാക്യം. ലൂക്കോസ് 3:22. പരിശുദ്ധാത്മാ ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പൊ അവിടെ ഈ സമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോ പരിശുദ്ധാത്മ വന്നു, സമൂവേൽ പറഞ്ഞു, നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇവിടെ പരിശുദ്ധാത്മാവ് വന്നു, സ്വർഗം വിളിച്ചു പറഞ്ഞു, നിന്റെ മേലിടുന്ന, നിന്നെ പൊസിഷനിങ്, നിന്നില് ആ ഒരു സ്ഥാനത്തിലേക്ക് നിന്നെ കൊണ്ടുവരിക. എന്ത് സ്ഥാനമാണ്? പുത്രൻ എന്ന സ്ഥാനം. അപ്പൊ അവിടെ ഈ അഭിഷേകം എന്ന് പറയുന്ന ആ പ്രക്രിയ നടന്നപ്പോ അവിടെ വിളിച്ചു പറയുകയാണ്, നീ പുത്രനാണ്. പുത്രത്വത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നമുക്ക് ഇന്ന് അഭിഷേകം എന്ന പദം കേൾക്കുമ്പോൾ പല ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത, അഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പുറമേയുള്ള പ്രകടനങ്ങളെയാണ് അഭിഷേകമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പുറമേ പ്രകടനങ്ങൾ ഒന്നുമില്ലാതിരുന്ന അനേക ശക്തന്മാരായ അഭിഷിക്തന്മാരുടെ കർത്താവ് ദേശങ്ങളെ ചലിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അഭിഷേകം എന്ന് പറഞ്ഞാൽ പുറമെയുള്ള ഭാവപ്രകടനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി എത്ര പ്രകടനങ്ങൾ കാണിച്ചാൽ ശക്തിയോടെ, മറ്റ് നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ നമുക്കറിയാം, അവർക്ക് അഭിഷേകമുണ്ടാകുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന വിധം വ്യത്യാസമായ നിലയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ പുറമേ അഭിഷേകത്തിന്റെ ചില സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട്, കരമടിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ. ആ നിലയിൽ പ്രകടിപ്പിക്കുന്നവരെയാണ് നമ്മൾ കൂടുതലും ധരിച്ചിരിക്കുന്നത് അവർ ശക്തിയുള്ള അഭിഷേകം, അവരുടെ അഭിഷേകം വളരെ പവർഫുള്ളാണ്, അവർ വളരെ ശക്തമായ അഭിഷേകമുള്ളവരാണ്. അത് പല രീതിയിൽ അതിനെ പ്രകടിപ്പിക്കുന്നുണ്ട്. പുറമേ ശാരീരിക ഭാഷയിൽ, ശാരീരികമായ പ്രകടനങ്ങളിലൂടെ അഭിഷേകമുണ്ട് എന്ന് മറ്റുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകത്തിൽ ആളുകൾ അതിനോട് പ്രതികരിക്കുന്നതിനോടൊന്നും ഞാൻ വിമർശിക്കുകയല്ല. പരിശുദ്ധാത്മ അഭിഷേകം വരുമ്പോൾ ഇല്ലെങ്കിൽ ആരാധനയിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതോ ആത്മാവിന്റെ ആ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നതോ അതിനെ ഒന്നും ഞാൻ വിമർശിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. എന്നാൽ അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ആരാധനകളിൽ അത് ഒരു ശാരീരികമായ പ്രകടനം മാത്രം ഒതുങ്ങി ശാരീരികമായി കരമടിക്കുന്നതോ അല്ലെങ്കിൽ ശബ്ദമോ എന്ന് പറയുന്ന നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിട്ടുള്ളതല്ല നിങ്ങളിലും എന്നിലും ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം. അതുകൊണ്ട് ഒരാളുടെ പ്രകടനങ്ങൾ കൊണ്ട് ഒരാളെ വിലയിരുത്തരുത്. അദ്ദേഹം ശക്തമായി പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം ശക്തനായ അഭിഷിക്തനാണ്. ഒരു വ്യക്തി ശാന്തമായിരിക്കുന്നതുകൊണ്ട് ആ വ്യക്തിയിൽ അഭിഷേകമില്ല എന്ന് ഇതിനെ രണ്ട് രീതിയിൽ മൂല്യനിർണയം ചെയ്ത് അതിനെ വിലയിരുത്തി ആരെയും ചെറുതായിട്ടും ആരെയും വലുതായിട്ടും നമ്മൾ കാണരുത്. കാണേണ്ടത് ആരെയാണെന്നറിയാമോ? ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ, ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ, അതുപോലെ തന്നെ ശൗലിന്റെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ പ്രകടനങ്ങൾക്കല്ലായിരുന്നു ഇമ്പോർട്ടൻസ്. എന്നാൽ നമുക്കറിയാം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ
അവരെല്ലാവരും ആ 120 പേരും അതിന്റെ വ്യത്യസ്തമായ നിലയിൽ പ്രതികരിച്ചു. അവർ വന്നവരൊക്കെ പറഞ്ഞു, ഇവര് മദ്യലഹരിയിലാണ്, വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നൊക്കെ അവർ പറയാനിടയായി. അതുപോലെ അവർ പ്രതികരിച്ചു. എന്നാൽ ആ പ്രതികരിച്ച 120 പേരില് എല്ലാവരും അഭിഷേകത്തെ വേണ്ട പോലെ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ നമുക്കറിയാം, പത്രോസ് ആ അഭിഷേകം വന്നപ്പോൾ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. പിന്നത്തതിൽ സുന്ദര ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലിരുന്നവനെ എഴുന്നേൽപ്പിച്ചു. അവന് നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. തബിതയെന്ന് മരിച്ചുപോയ ആളെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഈ പ്രകടനങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ ആ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അഭിഷേകം. അഭിഷേകം എന്ന് പറയുന്നത് നമ്മെ ദൈവം ആരാക്കി വെച്ചിരിക്കുന്നു, പൊസിഷൻ ചെയ്തിരിക്കുന്നു എന്ന അറിവ് നമുക്കുണ്ടാകുന്നതാണ് യഥാർത്ഥമായ അഭിഷേകം. അതായത് ഒരു വ്യക്തി തിരിച്ചറിയണം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയണം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞു, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള പദവി, ഭാഗ്യം എന്താണ്, വലിയ പദവിയാണ്. 2-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, 1 യോഹന്നാന്റെ ലേഖനം 3:2 പറയുന്നത്, നാം ദൈവ മക്കളാകുന്നു. അപ്പൊ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത് പ്രകടനങ്ങളിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മക്കളെന്ന പദവി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ടതാണ്. പ്രതികൂലങ്ങളില്, പ്രതിസന്ധികളില്, വെല്ലുവിളികളില്. ആമേൻ. ഇന്ന് ലോകം കാത്തിരുന്ന്, സൃഷ്ടി കാത്തിരിക്കുന്ന എന്തിനെന്നറിയോ? പുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. പുത്രന്മാരുടെ വെളിപ്പാടിന് സൃഷ്ടി ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ഈ അഭിഷേകം എന്ന് പറയുന്നതിനെ നമ്മൾ പ്രകടനങ്ങളിൽ ഒതുക്കരുത്. ആ പ്രകടിപ്പിക്കുന്നവരെ വലിയ അഭിഷിക്തന്മാരോ അഭിഷിക്തന്മാരല്ലാത്തവരായിട്ട് നിങ്ങൾ കാണരുത്. അതിനപ്പുറമായി ഒരു വ്യക്തിയുടെ അകത്തുണ്ടാകുന്ന യഥാർത്ഥ കൺവിക്ഷൻ, യഥാർത്ഥ ബോധ്യം, ഞാൻ ദൈവത്തിന്റെ മകന്, അധികാരമുള്ള ദൈവത്തിന്റെ മകനാണ്. അതെ, സ്വർഗത്തിലെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. കർത്താവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതെ, ആ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിക്കാനായിട്ട് ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന മക്കളാണ് നാം എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിലെ അഭിഷേകം. അപ്പൊ അഭിഷേകത്തിലൂടെ വിളിച്ചു പറയുന്നത് രാജാവെന്നോ പുരോഹിതനെന്നോ ഒന്നുമല്ല, നീ എന്റെ പ്രിയപുത്രൻ. അപ്പൊ നമ്മുടെ അകത്തുണ്ടാകേണ്ട ബോധ്യം എന്താ? ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം എ സൺ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ആ ബോധ്യമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. അതിനെയാണ് അഭിഷേകം എന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അഭിഷേകം തിരിച്ചറിഞ്ഞൊരു വ്യക്തി, ആ നിലവാരത്തിൽ അഭിഷേകത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തി, ആ വ്യക്തി ചലിക്കുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, ചുറ്റുപാടുകൾ എന്തായിരിക്കുമെന്നത് അവന് വിഷയമല്ല. അവന്റെ അഭിഷേകത്താൽ ചുറ്റുപാടുകൾ അവൻ സ്വാധീനിക്കുന്നവനായിട്ട് മാറും. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ അഭിഷേകം എന്ന് പറയുന്നത് പ്രകടനങ്ങൾ ഒതുങ്ങി നിൽക്കാതെ കൺവിക്ഷൻ, എൻ്റെ അകത്തെ ബോധ്യം, എൻ്റെ അകത്തുള്ള പൂർണ്ണമായ ബോധ്യം, എൻ്റെ അകത്തുള്ള കൺവിക്ഷൻ, എൻ്റെ അകത്തുള്ള ബോധ്യം, ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ബോധ്യം പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ബോധ്യത്തോടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ